വാട്സ്ആപ്പ് ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസി കാരൻ ചാനൽ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലിവർപൂൾ ഫാൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഐ എം റിയലി സോറി. എനിക്ക് പറയേണ്ടത് പറഞ്ഞേ പറ്റൂ. ജെയ്മി കാരഗറിനെതിരെ, അത് നിങ്ങളുടെ ഒരു ഫുട്ബോളിംഗ് ലെജൻഡിനെതിരെയല്ല, ഫുട്ബോൾ പണ്ഡിതൻ എന്ന രീതിയിൽ ഫുട്ബോൾ കമന്ററി പറയുന്ന ഒരു രീതിയിലുള്ള വ്യക്തിക്കെതിരെയാണ് എന്റെ വിമർശനം. അത് ലിവർപൂളിന് വേണ്ടി കളിച്ച ജെയ്മി കാരഗർ ആയത് അത് എന്റെ തെറ്റല്ല. ഓക്കെ, അതുകൊണ്ട് വീഡിയോയുടെ തുടക്കം തന്നെ ലിവർപൂൾ ഫാൻസിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. വീഡിയോയിലേക്ക് കിടക്കാം. ഈ ജെയ്മി കാരഗർ എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ പണ്ഡിതൻ അല്ലെങ്കിൽ കൊമന്റേറ്റർ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കാൻ നേരത്ത് ഇതുപോലെ അറിവില്ലാത്ത വേറൊരു മനുഷ്യൻ ലോകത്തില്ല എന്ന് എനിക്ക് തോന്നും. ആൻഡ് കമന്റ്സിൽ ആൾക്കാർ പറയുമ്പോൾ റെസ്പെക്ട്ഫുൾ ആക്കുക, അബ്യൂസ് ചെയ്യാത്ത കമന്റുകൾ വെക്കുക, തെറി വിളിക്കാത്ത കമന്റ് വെക്കുക. കാരണം അതൊക്കെ ഞാൻ ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ചെയ്ത് കളയുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് കമന്റ് ഞാൻ റിമൂവ് ചെയ്യും. നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം, കാരണം എന്റെ മനസ്സിൽ അത് തന്നെയാണ് ഉള്ളത്, എന്റെ മനസ്സിൽ അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു പബ്ലിക് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെ വെക്കണം എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് ഞാനും എന്റെ വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ചും കാര്യമായിട്ട് പറയണം. ഇൻഫാക്ട് ഇത് 3ാമത്തെ വീഡിയോ ആണ്. ചെയ്ത് 2 വീഡിയോയിലും ഫുൾ ചീത്ത വിളിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട്, പക്ഷേ എന്നാൽ തന്നെയും മനസ്സിൽ തോന്നുന്ന വിഷമം പറയണം. അല്ലെങ്കിൽ ഒരു വിഷമമല്ല, ആ ദേഷ്യം പ്രകടിപ്പിക്കണം എന്ന് എനിക്കുണ്ട്. ഇത്രയ്ക്ക് വിവരമില്ലാത്തൊരു മനുഷ്യനെ പിടിച്ച്, അതായത് ഒരു കൊരങ്ങന്റെ കയ്യിലൊരു തേങ്ങ കൊടുത്തു കഴിഞ്ഞ ഒരു അവസ്ഥ, പൂമാല കൊടുത്തൊരവസ്ഥയെ, അല്ലെങ്കിൽ ഒരു മൂങ്ങുന്ന പട്ടിക്ക് മുഴുവൻ തേങ്ങ കൊടുക്കുന്ന ഒരു അവസ്ഥയെ. കാരണം അത്രയ്ക്ക് വിവരമില്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ എങ്ങനെ വിളിച്ച് പറയാൻ തോന്നുന്നു ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ചെൽസിക്കെതിരെ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾക്ക് ചെൽസിനെ ചിലപ്പോ എന്താ പറയുക, ഒരു പ്രതീക്ഷ ഉണ്ടാവില്ലായിരിക്കും. ഫെയർ എനഫ്, അത് ഒരു എല്ലാ വ്യക്തിയുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ തന്നെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് പറയുമ്പോൾ അത് പറയേണ്ട രീതിയുണ്ട്, പറയേണ്ട സാഹചര്യങ്ങളുണ്ട്. ക്ലബ് വേൾഡ് കപ്പ് ഒക്കെ എന്തിന്, ഇതൊക്കെ ഒരു കോമ്പറ്റീഷൻ ആണോ എന്ന് പറയുന്നത്. ഇപ്പൊ PSG ജയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ജെയ്മി കാരഗറിൽ ഇങ്ങനെ മറ്റേ PSG കുറിച്ച് ഇങ്ങനെ പാലും തേനും ഒക്കെ പറഞ്ഞ, ലിവർപൂളിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ലിവർപൂൾ എന്ന് പറയുമ്പോൾ തുപ്പാണ്, ഇങ്ങനെയൊക്കെ തുപ്പിലൊക്കെ തെറിക്കുന്ന കാണാം. PSG ആയിരുന്നു ജയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് PSG ഫാന്റാസ്റ്റിക് ടീം ബ്ലാസ്റ്റ് എന്ന് പറയും. ചെൽസി അതേ കോമ്പറ്റീഷൻ തന്നെ കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് പറഞ്ഞാൽ ഇതൊന്നും വലിയ കോമ്പറ്റീഷൻ ഒന്നും അല്ല എന്നുള്ളത്. എന്റെ പൊന്നു മാഷ, അങ്ങനെയല്ല ഒരു കമന്റ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടീമിനെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ തന്നെയും അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള സാമാന്യ വിവരം, ഒരു സാമാന്യ വിവരമെങ്കിലും ഒരു ഫുട്ബോൾ പണ്ഡിതൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാവണം. അത് നിങ്ങൾക്കില്ല. നിങ്ങൾ ആ ജോലി ചെയ്യാണ്ടിരിക്കണ തന്നെയാണ് ഭേദം. ഇൻഫാക്ട് നമ്മുടെ കമൽ വരദൂർ, അദ്ദേഹം ചെൽസിനെ കുറിച്ചിട്ട് മറ്റേ വേൾഡ് കപ്പ് ഫൈനലിൽ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. ഇത്രയും അച്ചീവ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷം 2 ട്രോഫീസ് നേടിക്കഴിഞ്ഞ് ടോപ്പ് 4 എത്തിക്കഴിഞ്ഞ് ഇത്രയും പ്രതിസന്ധി കൂടെ പോയി കഴിഞ്ഞിരിക്കുന്ന ഒരു ടീമിനെ ഈ ഒരു സീസണിൽ വരുമ്പോഴത്തേക്കും അതൊരു അച്ചീവ്മെന്റ് അല്ല. ഈ ഒരു വരാൻ പോകുന്ന സീസണിൽ ഇവന്മാരൊന്നും ചെയ്യില്ല, ടോപ്പ് 4 കയറില്ല എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. ടോപ്പ് 4 കയറുന്നില്ല എന്ന് പറയാനുള്ള എല്ലാ അർഹതയും നിങ്ങൾക്കുണ്ട്. ജെയ്മി കാരഗറിന് എല്ലാ അർഹതയുണ്ട്. ചെൽസി അടുത്ത സീസണിൽ ടോപ്പ് 4 കയറില്ല എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അതിന് തക്കതായ കാരണങ്ങൾ പറയണം. ഞാൻ വേറെ ആരുടെ വീഡിയോയിലാണ് ഞാൻ കണ്ടത്, ഒരു പ്രഡിക്ഷൻ കണ്ടതിൽ വീഡിയോയിൽ അത് പറഞ്ഞൊരു പോയിന്റ് ആണ്. അതായത് ഐ ഡോണ്ട് സീ ലിവർപൂൾ വിന്നിംഗ് ദ ടൈറ്റിൽ. അദ്ദേഹം ഇട്ടിരിക്കുന്ന ലിവർപൂളിനെ 3ാം സ്ഥാനത്തായിരുന്നു. പക്ഷെ അതിന് തക്കതായ കാരണം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. കാരണത്തിനോട് നമുക്ക് വേണമെങ്കിൽ എതിർക്കാം. പക്ഷെ ഇതൊരു കാരണമില്ലാണ്ട് ചെൽസി കുറെ പ്ലേയേഴ്സിനെ വാങ്ങിച്ചു കൂട്ടുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലാണ്ടോ. ചെൽസി എന്തുകൊണ്ട് ടോപ്പ് 4 കയറാൻ സാധ്യതയില്ല എന്നുള്ളൊരു വാദം വെക്ക്, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഉന്നയിക്ക്. അല്ലാണ്ട് ചെൽസി ഫുട്ബോൾ ക്ലബിനെതിരെ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ ടോപ്പ് 4 കയറില്ല എന്ന് പറയുന്ന വിവരമില്ലായ്മേനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ആ വിവരമില്ലായ്മയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തല ചെരച്ച് നടന്നൂടെ മനുഷ്യ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്രയ്ക്ക് ഉളുപ്പില്ലേ നിങ്ങൾക്കൊരു ഫുട്ബോൾ കമന്ററി ചെയ്യാൻ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. വളരെ വിഷമമാണ് ഈ കാര്യം പറയാനുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ ലെജൻഡിനെതിരെയാണ് ഞാൻ കമന്റ് ചെയ്യുന്നത് പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷെ ഞാൻ ആ ഫുട്ബോൾ ലെജൻഡ് സ്റ്റാറ്റസ് മാറ്റിയിട്ട് ഒരു പണ്ഡിതൻ എന്ന നിലയിൽ ഇത്രയ്ക്ക് വിവരം കെട്ട ഒരു വ്യക്തിയെ പിടിച്ച് വളവള എന്നും പറഞ്ഞ് വിളിച്ച് പറയിപ്പിക്കുന്നതിനോട് എനിക്ക് സത്യം പറയാൻ ഭയങ്കര എതിർപ്പാണ്. വേറെ എന്ത് പറഞ്ഞാലും, നമ്മൾ എത്ര ആരെന്നുള്ള കളിയാക്കിയാലും എന്തെങ്കിലും ഒരു കാര്യം പറയണം, എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. ചെൽസി ടോപ്പ് 4 ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഏത് ക്ലബിനാണ് അവിടെ സാധ്യതയുള്ളത്? ഈ സീസൺ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ഒരു സാധ്യത ഇപ്പോഴില്ല. ചിലപ്പോൾ അടുത്ത സീസൺ അവസാനിക്കുമ്പോൾ ചെൽസി ചിലപ്പോൾ 10ാമതായിരിക്കാം. അപ്പൊ നിങ്ങൾ ജെയ്മി കാരഗർ പറഞ്ഞതുപോലെ സത്യമായിരിക്കാം. ഓക്കെ, ആയിക്കോട്ടെ, അത് അടുത്ത സീസൺ കഴിയട്ടെ. പക്ഷെ സീസൺ ഇവിടെ എത്തുമ്പോഴത്തേക്കും തന്നെ ഒരു അടിസ്ഥാനവും ഇല്ലാണ്ട് ഇങ്ങനെ വളവള വിളിച്ച് പറയുകയും കളിച്ച കോമ്പറ്റീഷനെ യാതൊരു രീതിയിൽ ബഹുമാനിക്കാനും അതിൽ കളിച്ച് ജയിച്ചതിനെ ഒരു ബഹുമാനവും ഇല്ലാണ്ട് പറയുകയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ബെൻഫിക്കയ്ക്കെതിരെ നമ്മൾ ജയിച്ചു, ആർക്കും അറിയില്ല എന്റെ പുറകിലുള്ള കഥ. 1-0 ജയിച്ചുകൊണ്ടിരുന്ന നമ്മൾ 87ാം മിനിറ്റ് വരെ, നമ്മൾ 85ാം മിനിറ്റ് വരെ കളിച്ചുകൊണ്ടിരുന്ന നമ്മൾ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് വന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ 2 മണിക്കൂറാണ് കളി നിർത്തിവെച്ചത്. തിരിച്ചു വന്നിട്ട് ആ വരുന്ന
ഉള്ള ഏകാനും നിമിഷങ്ങൾക്കൊക്കെ ബെൻഫീക്ക സ്കോർ ചെയ്യുകയും അവർ ഈക്വലൈസ് ചെയ്യുകയും പിന്നെ അതിൽ നിന്ന് നമ്മൾ തിരിച്ചു വന്നിട്ടാണ് എക്സ്ട്രാ ടൈമിൽ നമ്മൾ കളി ജയിച്ചത്. അതൊക്കെ മെന്റാലിറ്റിയുടെ ഭാഗമാണ്. എന്ത് പറയുന്നു, കോൺഫറൻസ് ലീഗിൽ നമ്മൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ആദ്യം ഗോൾ അടിച്ചത് റിയൽ ബെറ്റിസ് ആയിരുന്നു, പിന്നീട് പാൽമറിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ്. അതിനെയൊക്കെ പ്രശംസിക്കുന്നതിന് പകരം വെറുതെ ചുമ്മാ വിമർശനങ്ങൾ പറയുക എന്ന് പറയുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ, നിർത്തിപ്പോ മാഷേ ഈ പണി. നിങ്ങളെ കൊണ്ട് പറ്റില്ല, നിങ്ങളെ കൊണ്ടാവില്ല. ദിസ് ഈസ് അബ്സല്യൂട്ട്ലി റിഡിക്കുലസ്. ഐ എം റിയലി സോറി. This is nothing but ridiculous. Do let me know, guys, your thoughts in the comment section. Thank you so much for watching. Signing off, SK from Angry Chelsea Karan.